ഇതുപോലത്തെ ഒരു വേർഡ് ഫയലാണ് നമ്മൾ അയച്ചുതരിക. ഈ വേർഡ് ഫയലിൻ്റെ ഉള്ളിൽ ഒരു 30-40 പേജൊക്കെ ഉണ്ടാവും. ഈ പേജിൻ്റെ ഉള്ളിലത്തെ മാറ്റർ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടാവും, ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലത്തെ മാറ്റർ ഒരു കൃത്യമായ ഒരു അലൈൻമെൻറ്റ് ഫോർമാറ്റിലല്ല അത് നിൽക്കുന്നുണ്ടാവുക. അതിങ്ങനെ പല സ്ഥലത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും കയറിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇതൊന്ന് ഫോർമാറ്റ് ചെയ്ത് DTP ചെയ്തെടുക്കലാണ് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡുമ്പിൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഭാഗമില്ലേ ഒരു ബട്ടൺ, ആ കീബോർഡുമ്പിൽ അതും അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ ബട്ടണും ഒറ്റ സമയം അമർത്തണം. അങ്ങനെ ഞാൻ ഒറ്റ സമയം കൺട്രോളും എയും അമർത്തിയപ്പോഴാണ് ഈ മൊത്തം ഫയലും ഇങ്ങനെ സെലക്ട് ആയത്. സെലക്ട് ഓളാണത്, ആ സെലക്ട് ആയത് കേട്ടോ. ഇങ്ങനെ സെലക്ട് ആക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി. ഏത് ഫയൽ കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ കൺട്രോൾ എ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ആക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ ഈ 12 എന്നുള്ള ഫോണ്ട് സൈസ് എടുക്കുക. അതിങ്ങനെ സെലക്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് എടുക്കണം. ഈ സെലക്ഷൻ ഡീസെലക്ട് ആവുക നമ്മുടെ മൗസ് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീസെലക്ട് ആവും. എപ്പോഴും ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഈ ഗ്രേ കളറിൽ ഇങ്ങനെ സെലക്ട് ആയി നിൽക്കുന്ന സമയത്ത് മാത്രമാണ്, എല്ലാ ഭാഗവും സെലക്ട് ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിതിൽ 12 എടുത്തു. പിന്നെ അത് കൂടാണ്ട് ഇവിടെ പോയിട്ട് ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോണ്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ ആദ്യം തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഉപയോഗിച്ചിരുന്ന സിസ്റ്റം എല്ലാം പുതുതായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്തേക്ക് പോയാലാണ് ടീയുടെ ഭാഗത്താണ് ടൈംസ് ന്യൂ റോമൻ ഉണ്ടാവും. കണ്ട ഇതെടുക്കേണ്ടി വരും. അപ്പോൾ ഇതെടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പേജ് വരും. അതിൻ്റെ ഉള്ളിൽ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൽ ഈ ഏറ്റവും അടിഭാഗത്ത് സ്പേസിംഗ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ, അതിൽ ബിഫോർ ആഫ്റ്റർ എന്നുള്ള ഭാഗമില്ലേ, അത് എന്താണ് നിങ്ങളെ സിസ്റ്റത്തിലേക്ക് എടുക്കണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തൊരു ഫയലാണെങ്കിൽ വേറെ അതൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. എന്ത് തന്നെ കിടന്നാലും നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, ഇങ്ങനെ 0 ആക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ 0 ആദ്യത്തെ ബട്ടൺ അമർത്തി ചിലപ്പോൾ 0 വരണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. ഇത് താഴത്തേക്കും മേലക്കൊക്കെ ആക്കിയിട്ട് ഇത് രണ്ടിനെയും 0ലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. പിന്നെ ലൈൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് 1.50 എന്നുള്ളതും ആക്കുക. ഇതാണ് ഇതിൽ ഏറ്റവും ആദ്യമായി പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഇതിങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ബട്ടണില്ലേ, ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഇതും കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം തന്നെ ഒരു കോമൺ ഫോർമാറ്റിൻ്റെ ഉള്ളിലേക്ക് ആദ്യം വരും. ഇതിങ്ങനെ ഇത്രയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ സെലക്ട് ഓൾ കൊടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഒരു കോമൺ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ ചില ന്യൂനതകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റ്. ഏറ്റവും എളുപ്പത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു രീതി ഇതാണ്. ഇത് ഒരു ചാപ്റ്ററിൻ്റെ എന്നിട്ട് ഡീസെലക്ട് ചെയ്യുക. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീസെലക്ട് ആവും. എന്നിട്ട് ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു ചാപ്റ്റർ ഹെഡിങ് എന്നുള്ള നിലയിൽ ഇത് നമുക്ക് ഇതിനെ നടുഭാഗത്തേക്ക് ഈ പേജിൻ്റെ ഉള്ളിൽ ഈ ചാപ്റ്റർ ഹെഡിങ് എപ്പോഴും ഇത്രയും കാര്യങ്ങൾ മാത്രമേ കണ്ടെയ്ൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഹെഡിങ് എന്നുള്ള നിലയിൽ ഇതിങ്ങനെ നടുവിലേക്ക് ഏകദേശം വരുന്ന വിധത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുക. അപ്പോൾ ഏകദേശം നടുവ് കാണാൻ പറ്റും നമുക്ക്. ഇത് വേണ്ട, ഈ ഭാഗവും ഏകദേശം ഈക്വലാണ്. അങ്ങനെ നടുഭാഗത്തേക്ക് വന്നു. നടുവിലേക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഫുള്ള് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇതിനെ ഈ ഭാഗം സെൻട്രലൈസ് ചെയ്തതിന് ശേഷം ഇത് ക്യാപ്സ് ലെറ്ററിലാക്കണം. ഇത് ചാപ്റ്റർ ഹെഡിങ് എന്നുള്ള നിലയിൽ ഇത് ക്യാപ്സ് ലെറ്റർ ആക്കുകയും അതോടൊപ്പം തന്നെ ഇത് ചാപ്റ്റർ ആണെന്നുള്ളതുകൊണ്ട് മാത്രം ഇതിനെ 14 എന്നുള്ള ഫോണ്ടിലേക്ക് ഇടുകയും ചെയ്യും. ഇതെല്ലാത്തിലും അങ്ങനെ ഇടരുത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഇടേണ്ടതുള്ളൂ. പിന്നെ ഇവിടെ ചാപ്റ്റർ എന്നുള്ളതിൻ്റെ കഴിഞ്ഞിട്ടൊരു ഹൈഫണും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ചിലയിൽ ഇട്ടിട്ടുണ്ടാവും, ചിലയിൽ ഇട്ടിട്ടുണ്ടാവില്ല. ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് ഇപ്പോൾ അലൈൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു ഭാഗമായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിലുള്ള ഫോണ്ടൊക്കെ ഇത് തന്നെയാണ് വേണ്ടത്. ഈ 14 ഫോണ്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. 14 ഫോണ്ട് വന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ ഹെഡിങ്ങുകൾക്കും നമുക്ക് ഒന്ന് ബോൾഡ് ചെയ്യണം. അപ്പോൾ ഹെഡിങ് ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടിയിലത്തെ റൈറ്റപ്പിന് ടാബ് എന്ന് പറഞ്ഞൊരു ബട്ടണ് ഇതിലുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലുണ്ട്. ആ ടാബ് എന്നുള്ളിടത്ത് പോയിട്ട് ഒറ്റ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം പോകും. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 2 പ്രാവശ്യം പോകും. കണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോകരുത്. അതിന് പകരമായിട്ട് ടാബിൻ്റെ അവിടെ പോയിട്ട് ഒരൊറ്റ ക്ലിക്ക് മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒറ്റ ടാബ് ഇങ്ങോട്ട് സെറ്റായിട്ട് ഒരു പാരഗ്രാഫ് പോലെ വരും. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് കണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, അടുത്ത പാരഗ്രാഫ് ഇതേപോലെ തന്നെ ടാബ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാമത്തേലാക്കുക. പിന്നെ മൂന്നാമത്തേതിലും ഇങ്ങനെ ആക്കുക. ഇതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്തിന് 2-3 പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫുകൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ.
പിന്നെ ഒബ്ജക്റ്റീവ് കവേർഡ് എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേ, ആ ഭാഗം ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഈ ഭാഗത്ത് ജസ്റ്റിഫൈ ചെയ്തപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതങ്ങനെ വരരുത്. അതിന് പകരമായിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബാക്ക് സ്പേസ് കേട്ടോ, കമ്പ്യൂട്ടറിൽ ബാക്ക് സ്പേസ് ഇല്ലേ കീബോർഡിൽ, അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും കൂടെ തന്നെ വരും. ആ ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം എൻ്റർ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് അടിയിലേക്ക് പോയി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ വന്നു. ഈ ഒബ്ജക്റ്റീവ് 1 എന്നുള്ളതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഇറ്റാലിക്സിൽ ആക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു സ്പേസ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഉള്ളത് ലിസ്റ്റ് ഓഫ് കൺസ്ട്രക്ട്സ് എന്നുള്ള ഭാഗമാണ് ടേബിളിൻ്റെ. ആ ടേബിൾ ഹെഡിങ്ങുകളെല്ലാം തന്നെ നമുക്ക് ബോൾഡ് ആക്കണം. അപ്പോൾ അത് ബോൾഡ് ആക്കുക. ഇവിടെ ഒരു ടേബിളുണ്ട്. ടേബിളിൻ്റെ ഒരു ഫോർമാറ്റ് കാണാൻ പറ്റും നമുക്ക്. കൺസ്ട്രക്റ്റ്, ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് അങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ കണ്ടന്റ് നോക്കി ഇതിങ്ങനെയല്ലല്ലോ നിൽക്കുന്നത്. ഇതിലത്തെ കണ്ടന്റ് നോക്കിയ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്പേസ് ഇട്ട്, പിന്നെ അതിൻ്റെ കറക്റ്റ് ബീഫ് എക്സ്പ്ലനേഷൻ, പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ടേബിൾ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേബിളിൻ്റെ ഉള്ളിൽ അതാക്കിയാൽ മതി എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഭാഗത്തെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയും കൂടി വരണം കേട്ടോ. ഇതിൻ്റെ ഭാഗത്ത് ഈ ഭാഗം കണ്ട, ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയും കൂടി വന്ന് നിൽക്കുന്ന ഈ ഇത്രയും സെലക്ട് ചെയ്യുമ്പോൾ, കാരണം അടുത്ത ഭാഗം ടേബിൾ ലിസ്റ്റ് ഓഫ് കാറ്റഗറിക്കൽ വേരിയബിൾ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമല്ല, അത് വേറെ ടേബിളാണ്. അപ്പോൾ ഈ ടേബിൾ വരെയാണ് വരിക. ഇത്രയും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇവിടെ ഈ ഭാഗത്ത് ഒരു ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഭാഗം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അത് ഇങ്ങനെ ചെയ്താലേ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. ഈ ടേബിൾ ഡിസൈൻ ഇവിടെ വരും. അതുമ്മിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഈ ടേബിൾ ഡിസൈൻ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ടേബിൾ ഗ്രിഡ്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ സെലക്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സെലക്ട് ചെയ്തതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക മൗസ്. അതിനുശേഷം ഈ ടേബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതെടുക്കുക. അതിനുശേഷം ഇവിടെ സെല്ല് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഈ സെല്ലിൽ സെൻട്രൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ആ സെൻട്രൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരമാവധി നടുവിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. പിന്നെ ഈ കൺസ്ട്രക്ട്സ്, ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്നുള്ളില്ലേ, ഇത് രണ്ടും നടുവിലേക്ക് വരണം. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഹോം എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഈ അലൈൻമെൻറ്റിൻ്റെ ഈ ഭാഗം നടുവിലേക്ക് ആക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി. എന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗമില്ലേ, ഈ ഭാഗം നമുക്കൊരു കളർ ചെയ്യണം. അത് ഹെഡിങ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഇങ്ങനെ ഈ തീം ഇതെടുത്തിട്ട് ഈ ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് കളർ ലൈറ്റ് കളറായിട്ടുള്ള ഈ സാധനം കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് കളർ വരും. ഹെഡിങ് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലത്തെ ഫാക്ടറികളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇതിൽ മിസ്സിങ് ആണ്, കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇത് മൊത്തം വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഈ നടുവിലത്തെ സാധനമില്ലേ, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അലൈൻഡ് ആയിട്ട് ഇങ്ങനെ വരും. പക്ഷേ ഈ വലിയ കണ്ടൻ്റ് ഉള്ള ഈ ഭാഗം ഈ അലൈൻമെൻറ്റിനേക്കാളും നല്ല അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ മൊത്തം ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡ് സെലക്ട് ചെയ്യാണ്ട് ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് ഈ അലൈൻമെൻറ്റാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. മറ്റേ അലൈൻമെൻറ്റും കുഴപ്പമില്ല, പക്ഷേ ഈ അലൈൻമെൻറ്റാണ് കൂടുതൽ വൃത്തി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ അലൈൻമെൻറ്റിലേക്ക് അത് കൊണ്ടുവരിക. അപ്പോൾ ഇതിങ്ങനെ ആവും. ഇതേ സെയിം പ്രോസസ്സ് തന്നെ രണ്ടാമത്തെ ടേബിൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം അതിൻ്റെ ഒരു നേച്ചർ കണ്ടിട്ട് ടേബിൾ ഉള്ള പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ടേബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ടേബിൾ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്ക് ടേബിൾ ഉണ്ടെങ്കിൽ, ടേബിൾ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടം വരെ വന്നു. എന്നിട്ട് അത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ടേബിൾ ഡിസൈൻ എടുക്കുക, ഇതെടുക്കുക. പിന്നെ അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടേബിൾ പ്രോപ്പർട്ടീസ് എടുക്കുക, സെൻറ്റർ എടുക്കുക, നടുവിലേക്ക് ആക്കുക. അതിനുശേഷം മൊത്തം വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം എടുക്കുക, സെൻറ്ററിലേക്ക് ആക്കുക. അതിനുശേഷം ഈ ഭാഗം നല്ല അലൈൻമെൻറ്റ് മറ്റേതാണെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഭാഗം മാത്രം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് മൊത്തം അലൈൻഡാവും. എന്നിട്ട് ഒരു സ്പേസ് താഴത്തേക്ക് ഇടണം കേട്ടോ. ഒരു സ്പേസ് താഴത്തേക്ക് ഇട്ടതിന് ശേഷം അടുത്ത ടേബിൾ ഇതേപോലെ ഇത് ഞാൻ വീട്ടിലൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടേബിൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുക. അതിന് ശേഷം ഇത് ഇങ്ങനെ സെറ്റ് അലൈൻമെൻറ്റ് ഈ രീതിയിൽ സെറ്റാക്കുക. ഈ ഭാഗവും അങ്ങനെ സെറ്റാവാനുണ്ട്.